தரணம் பீதாவோரே ഉങ്ങളൊഴികയെ തനത്തിലാരും എനിക്കില്ലല്ലോ ഭരണത്താലേറ്റം നിഗമത്തുണ്ടെന്നാലും ബാബായേ നീക്ക് സുഖമില്ലയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തില് ചൊല്ലിടുന്നു അസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ. മറുനാട്ടില് നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് മനസ്സിൽ കരുതിയിടട്ടെ. മാപ്പിളപ്പാട്ട് എന്ന് വെച്ചാൽ പഴയകാല മാപ്പിളപ്പാട്ടുകളാണ്. അതിന് വെല്ലാന് ഇപ്പോഴത്തെ ഒരു പാട്ടിനും കഴിയൂല. അക്കാര്യം 100% ഉറപ്പാണ്. ആ പഴയകാല മാപ്പിളപ്പാട്ടുകൾ കേട്ടാൽ തന്നെ, കേൾക്കാൻ തന്നെ എന്താ സുഖം. ഇപ്പോഴത്തെ പാട്ടെല്ലാം കേട്ട് ഇതിലോട്ടേ വിട്ട് അത്രയേ ഉള്ളൂ. അതേ സ്ഥാനത്ത് പഴയകാല മാപ്പിളപ്പാട്ട് ഇതിലോട്ട് കേട്ട് ഇതിലങ്ങ് പിടിക്കും. അതാണ് ആ പാട്ടും ഈ പാട്ടുമായിട്ടുള്ള വ്യത്യാസം. നീക്കുണ്ട് പയ്യന് പീറായത്തില് ഒത്തൊരു മീത്ത് കാളിച്ചും കൊണ്ട് ഒരുവൻ ഒറ്റൊരു വാക്ക് ഞാൻ തെറ്റിടാതെ. അതൊക്കെ പാട്ടാണ്. അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുക, പഠിക്കുക, ആലപിക്കുക, ഇതൊക്കെയാ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ പാട്ടുകളെന്നൊരു അർത്ഥവിത്തുകളില്ലാതെ പാട്ടുകളാണ് മുക്കാൽ ഭാഗം. കുറെ പ്രണയങ്ങളും കുറെ എന്തൊക്കെയോ കുറെ അസഭ്യങ്ങളും ഇതൊക്കെ ചേർത്തിണക്കിയിട്ടാണ് ഇപ്പോഴത്തെ പാട്ടുകൾ രചയിതാക്കൾ രചിച്ച് കൊടുക്കുന്നത്, പിന്നെ പാടുന്നത്. ഇതൊക്കെ ഒരു സുഖമില്ലാതെ ഏർപ്പാടുകളാണ്. ആ പഴയ പാട്ടിന്റെ തനിമ, മഹിമ അതെല്ലാം ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ആ പാട്ടുകൾ കേൾക്കണം. എന്ന മനസ്സ് പിടിച്ച് നിൽക്കും ആ പാട്ടുകൾ. അതാണ് ആ പാട്ടിന്റെ പ്രത്യേകത. പഴയ പാട്ടുകൾ കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. നേരം തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്ന് നേർവഴി കാട്ടിപ്പിഴവെല്ലാം പൊറുത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ. നിഹമത്തും റഹ്മത്തും നീറയ്ക്കെന്റെ പരനെ പരമതയാം പരനായൊരു സുബ്ഹാനേ. എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്ക് നിറഹ്മാനേ. അല്ലാഹു അല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക്. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. ഞാനിപ്പം പുതിയ പാട്ടുകളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിനവര് ഇതാക്കിയിട്ട് പറയുന്നില്ല. പക്ഷെ ആ പഴയ പാട്ടിന്റെ ആ തനിമ അത് തീർച്ചയായിട്ടും ആ പഴയ പാട്ടിന് തന്നെ കിട്ടും. അത്രേ ഉള്ളൂ. കാരണം അല്ലാതെ ഇപ്പോഴത്തെ പാട്ടിനെ ആക്ഷേപിക്കുകയോ അല്ലെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിനെ പുച്ഛിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നെ. അതല്ല എൻ്റെ വാക്കിന്റെ ഉദ്ദേശം. പക്ഷെ പഴയ പാട്ടിന്റെ തനിമ
അത് വേറെ ലെവലാണ്. അത്രേ ഉള്ളൂ. ഇപ്പം പുതിയ പാട്ട് പാടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ ആ പുതിയ പാട്ടായിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. കാരണം പഴയ പാട്ടിനോട് ഒരു താല്പര്യമില്ലാത്ത രൂപത്തിലാണ് ഇപ്പം പുതിയ പാട്ടുകൾ പാടുന്നതും ഒക്കെ. ഈ പഴയ പാട്ടുകളെ ഒന്ന് റീ അടിച്ച് നമുക്ക് ഒരു പുതിയ രൂപത്തിലേക്ക്, പുതിയ ആൾക്കാരിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം പഴയ പാട്ടുകളെ ഒന്ന് ഉഷാറാക്കി ഒന്ന് പാടാൻ ശ്രമിക്കുക. ഇപ്പൊ നല്ല സൗണ്ടുള്ള കുട്ടികളും ഇഷ്ടം പോലെ ഉണ്ട്. നല്ലോണം പാടാൻ കഴിവുള്ള ഇഷ്ടം പോലെ ബാല്യക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് ആ പഴയ പാട്ടുകളെ ഒന്ന് തിരഞ്ഞെടുത്ത് അത് നല്ല രൂപത്തിലൊന്ന് ആൾക്കാരെ മുമ്പിൽ എത്തിക്കുക. ഇതൊക്കെ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മുടെ എരഞ്ഞോളി മൂസക്ക മരണപ്പെട്ടു പോയി. അദ്ദേഹം പാടിയ എത്രയോ പാട്ടുകൾ, പിന്നെ യേശുദാസ്, MG ശ്രീകുമാർ, മാർക്കോസ്, രഹന, ചിത്ര, ഇവരൊക്കെ, ഷെരീഫ് ക, ഇവരൊക്കെ ഇഷ്ടം പോലെ പഴയ മാപ്പിളപ്പാട്ടുകൾ പാടി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ എരഞ്ഞോളി മൂസക്ക പാടിയ പാട്ടില്ലേ, മിഹ്റാജിരാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ, പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥ നീ പറഞ്ഞാട്ടേ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ, മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ വിറപ്പിച്ച കാറ്റേ. ആ പാട്ടൊക്കെ, ആ പാട്ട് അതൊക്കെ കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയുണ്ട്. അതെല്ലാം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആ പാട്ടുകളൊക്കെ, അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കാൻ തന്നെ സുഖമല്ലേ? ആ ട്യൂണിങ്ങും ആ വരികളും, അതിന്റെ മൊത്തം, ഒരു പാട്ടിന്റെ മൊത്തം അത് ഒരു മനുഷ്യനിലേക്ക് ലയിക്കുന്ന, മനസ്സ് പിടിച്ചെടുക്കുന്ന രൂപത്തിലുള്ള പാട്ടുകളാണ്. പിന്നെ മൂസക്കാന്റെ കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയും ഏറ്റി ഖബറിലേക്കുള്ളൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. അതൊക്കെ എന്താ പാട്ടുകൾ മൂസക്ക പാടി ജനങ്ങളിലേക്ക്, ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നും നിലകൊണ്ടു നിൽക്കുന്ന വരികളാണ് അതൊക്കെ. അങ്ങനത്തെ പാട്ടൊക്കെ വരട്ടെ, അങ്ങനത്തെ പാട്ടൊക്കെ പാട്, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് എന്തെങ്കിലും അസഭ്യങ്ങളും വരിക്ക് ഒരു അടിസ്ഥാനമില്ലാതെ വരികളും ഒക്കെ പാടിയിട്ട് എന്താ കാര്യം? അതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ തലമുറകൾ ഇഷ്ടപ്പെടുന്നതും കേൾക്കുന്നതും. പക്ഷെ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും അല്ല. അതാ ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ പാട്ടിനെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, കുറ്റം പറയുന്നതല്ല. വരികൾ നോക്ക്, പഴയ വരികളും ഈ പുതിയ വരികളും ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും, അപ്പൊ തിരിയും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.